സഹൽ ബിൻ ബഷീർ, സെയ്ദ് ബിൻ സക്കരിയ, ഹസൂർ ബിൻ ഹക്കീം, അബൂബക്കർ ബിൻ സലീം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് ദാറുൽ ഹിക്മ സനദ് ദാന സമ്മേളനത്തിന് വേണ്ടി നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇന്ന് സനദ് സ്വീകരിക്കുന്ന 4 വിദ്യാർത്ഥികളെ ആദരപൂർവ്വം ഈ ഒരു സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. اقرأ من مهبط القرآن من مكة الغراء كان ابتداء النور مذ أنزلت اقرأ بغار حراء يفيض بالبشرى أنار أفئدة وأيقظ الفجر منها هنا انهمرت آمالنا مطرا فأنبتت حلما وسنابلا. നമ്മുടെ ഈ സനദ് ഇന്നത്തെ പ്രോഗ്രാമിയുടെ സനദ് വാങ്ങിക്കുന്ന ഈ ഒരു 4 വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് മൊമെന്റയും വിതരണം നൽകാൻ വേണ്ടി നമ്മുടെ ദാറുൽ ഹിക്മ ചെയർമാൻ കൂടിയായ അത്തീഖുർ റഹ്മാൻ ഫൈസിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹൽ ബിൻ ബഷീർ, ആദ്യമായി സഹൽ ബിൻ ബഷീർ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് സനദ് വാങ്ങിക്കുന്ന സഹൽ ബിൻ ബഷീർ സർട്ടിഫിക്കറ്റ് മൊമെന്റോ നൽകുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ ചെയർമാനായ അത്തീഖുർ റഹ്മാൻ ഫൈസി. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അടുത്തതായി സെയ്ദ് ബിൻ സക്കരിയ. സെയ്ദ് ബിൻ സക്കരിയ സെയ്ദ് ബിൻ സക്കരിയ മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഹസൂൻ ബിൻ ഹക്കീം. ഹസൂൻ ബിൻ ഹക്കീം മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അടുത്തതായി അബൂബക്കർ ബിൻ സലീം. അബൂബക്കർ ബിൻ സലീം മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും ജമീഅൻ. ഈ ഒരു 4 വിദ്യാർത്ഥികളുടെ ഇവിടുന്ന് സനദ് വാങ്ങിച്ച 4 വിദ്യാർത്ഥികളെയും അദ്ദേഹത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കാണ്. അടുത്തതായി ഇവിടെ അവർക്ക് വേണ്ടി സനദ് ദാനം നൽകിയ നമ്മുടെ ചെയർമാൻ കൂടിയായ അത്തീഖുർ റഹ്മാൻ ഫൈസിയെ 2 വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇവിടെ കൂടിയ എല്ലാവരെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വൈകിയ വേളയിൽ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ ഖുർആൻ പൂർത്തീകരിച്ച ഹാഫിളുകളോടും സനദ് സ്വീകരിച്ച വിദ്യാർത്ഥികളോടും ഒക്കെ എനിക്ക് സൂചിപ്പിക്കുവാനുണ്ട്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, യാ സക്കരിയ ഖുദിൽ കിതാബ ബിഖുവ, ഗ്രന്ഥം മുറുകെ പിടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് തന്നെയാണ് എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് ആദ്യവും അവസാനവുമായി ഉപദേശിക്കുവാനുള്ളത്. അല്ലാഹുവിൻ്റെ ഗ്രന്ഥം വാരിപ്പുണരുക, അതിനെ മുറുകെ പിടിക്കുക. ഖുർആൻ നമ്മുടെ സ്വഭാവമായി മാറേണ്ടതുണ്ട്. നമ്മളൊരു സഞ്ചരിക്കുന്ന പരിശുദ്ധ ഖുർആനായി തീരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചിരി ഖുർആനാക്കി നമ്മുടെ മാറ്റണം. നമ്മുടെ നടത്തം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ
ലളിതമായി നടന്നു പോകുന്നവരാണ്, അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്നവരല്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ആ വിശേഷ ഗുണങ്ങൾ എല്ലാം എടുത്തണിയുന്ന ആളുകളായി തീരുവാൻ നമുക്ക് കഴിയണം. ഈ വൈകിയ വേളയിൽ ഏറ്റവും അവസാനമായി 3 ഉപദേശങ്ങളാണ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോടും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോടും ഒക്കെ പറഞ്ഞ ഉപദേശമാണ് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇസ് സയ്യിഅത അൽ ഹസനത തംഹൂഹ വഅത്ബിഇസ് സയ്യിഅത അൽ ഹസന തംഹൂഹ. വല്ല തെറ്റുകളും സംഭവിച്ചു പോയാൽ ആ തെറ്റിനോട് നിങ്ങൾ നന്മകളെ തുടർത്തിക്കൊണ്ടതിനെ മായ്ച്ചു കളയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാമത്തെ ഉപദേശം. 3ാമത്തെ ഉപദേശം എല്ലാ ജനങ്ങളോടും നിങ്ങൾ സൽസ്വഭാവത്തോടു കൂടി വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിരിക്കുന്നത്. ഈ പവിത്രമായ 3 ഉപദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് താൽക്കാലികമായി ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അബൂബക്കർ ബിൻ സലീമിന്റെ രക്ഷിതാവ് എന്നോട് വന്നിട്ടുള്ള അസ്ലം മാവില. അവരെവിടെ ഷാളണിച്ച് ആദരിക്കുന്ന ഉസ്താദ് അലിയാർ കാസ്മി. ബറക്കല്ലാഹു ഫീക്കും. അടുത്തതായി ബഷീർ, സഹൽ ബിൻ ബഷീറിന്റെ ഉപ്പ ബഷീർ. ബറക്കല്ലാഹു ഫീക്കും. അടുത്തതായി സെയ്ദ് ബിൻ സക്കരിയയുടെ ഉപ്പ സക്കരിയ. ونعيشه العمر ونسابق الأزمان ونواكب العصر. ബറക്കല്ലാഹു ഫീക്കും. സലീം, അബൂബക്കർ ബിൻ സലീമിന്റെ ഉപ്പ സലീം. ഹക്കീം, അബ്ദുൽ ഹക്കീം, ഹസൂൻ ബിൻ ഹക്കീമിന്റെ ഉപ്പ അബ്ദുൽ ഹക്കീം. ഇന്ന് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് സനദ് വാങ്ങി ഇറങ്ങുന്ന സഹൽ ബിൻ ബഷീർ, സെയ്ദ് ബിൻ സക്കരിയ, ഹസൂൻ ബിൻ ഹക്കീം, അബൂബക്കർ ബിൻ സലീം എന്നീ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കാണ് ഇവിടെ ഷാളണിച്ച് ആദരിച്ചിട്ടുള്ളത്. ജസാക്കുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും. അടുത്തതായി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹസൻതുൽ ജാരിയ ജുമാ മസ്ജിദിന്റെ ഉപഹാരം സമർപ്പിക്കുകയാണ്. ഈ ഒരു ഉപഹാരം നൽകാൻ വേണ്ടി ഹസൻതുൽ ജാരിയ ജുമാ മസ്ജിദ് മുത്തവല്ലിയായ മുഹമ്മദ് അലി മുളിയാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹൽ ബിൻ ബഷീർ, സഹൽ ബിൻ ബഷീർ, സെയ്ദ് ബിൻ സക്കരിയ, كي نقطف الثمرات والله يجزيهم بعطائهم أجرا غرسوا لنا زيد بن زكريا نقطف الثمرات والله يجزيهم بعطائهم أجرا. അടുത്തതായി ഹസൂൻ ബിൻ ഹക്കീം,
ദാറുൽ ഹിക്മയിൽ നിന്നും സനദ് വാങ്ങിയിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹസൻതുൽ ജാരിയ ജുമാ മസ്ജിദ് നൽകുന്ന സ്നേഹോപഹാരമാണ് ഹസൂൻ ബിൻ ഹക്കീം. ഉപഹാരം നൽകുന്നത് ഹസൻതുൽ ജാരിയ ജുമാ മസ്ജിദ് മുതവല്ലിയായ മുഹമ്മദ് അലി മുളിയാർ. അടുത്തതായി അബൂബക്കർ ബിൻ സലീം. اقرأ من مهبط القرآن من مكة الغراء كان ابتداء ഇൻഷാല്ലാഹ് ബറകല്ലാഹു ഫീക്കും. അടുത്തതായി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അസീസ് ഫൗണ്ടേഷൻ ഗോൾഡ് മെഡൽ നൽകാൻ വേണ്ടി റഹീം ഉള്ളിപ്പാടിയെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർവൻസ് ഓഫ് ഇസ്ലാമിക് സൊസൈറ്റി നൽകുന്ന ഒരു സ്കോളർഷിപ്പ് അവാർഡ് വിതരണം ചെയ്യാൻ വേണ്ടി അതിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ CH മുഹമ്മദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങാൻ വേണ്ടി സഹൽ ബിൻ ബഷീർ, സെയ്ദ് ബിൻ സക്കരിയ, ഹസൂൻ ബിൻ ഹക്കീം, അബ്ദുൽ ഹക്കീം, അബൂബക്കർ ബിൻ സലീം 4 പേരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സർവൻസ് ഓഫ് ഇസ്ലാമിക് സൊസൈറ്റി നൽകുന്ന സ്കോളർഷിപ്പ് ക്യാഷ് അവാർഡാണ് നൽകുന്നത് ജനറൽ സെക്രട്ടറി കൂടിയായ CH മുഹമ്മദ് സാഹിബ്. أنار أفئدة وأيقظ الفجر من مهبط القرآن من ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ നൽകുന്ന സ്നേഹസമ്മാനമാണ്. അടുത്തതായി ഇത് നൽകാൻ വേണ്ടി അവരുടെ രക്ഷിതാക്കളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹൽ ബിൻ ബഷീർ. സഹലിനുള്ള സ്നേഹസമ്മാനം നൽകാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. مذ أنزلت اقرأ ما شاء الله بارك الله فيكم. يفيض بالبشرى أنار أفئدة وأيقظ الفجر منها هنا انهمرت آمالنا مطرا حسون بن حكيم. حلما ഹസൂൻ ബിൻ ഹക്കീം ഉപ്പ നൽകുന്ന ഒരു സ്നേഹസമ്മാനമാണ്. ونعيشه العمر ونسابق الأزمان ونواكب العصر نسمو مع القرآن ونعيشه العمر ونسابق الأزمان ونواكب അബൂബക്കർ ബിൻ സലീം നൽകാൻ വേണ്ടി എൻ്റെ അനിയൻ അമാനെ ക്ഷണിക്കുകയാണ്. وأيقظ الفجر أمناء بيت الله لكتابه سفراء ما شاء الله بارك الله فيكم. അടുത്തതായി സെയ്ദ് ബിൻ സക്കരിയ. أنعم بهم أمراء സെയ്ദ് ബിൻ സക്കരിയക്കുള്ള സ്നേഹസമ്മാനം നൽകാൻ വേണ്ടി ഉപ്പ സക്കരിയ لكتابه سفراء أكرم بهم خلفا أنعم بهم أمراء غرسوا لنا بذرا كي نقطف الثمرا فالله يجزيهم بعطائهم جميعا. غرسوا لنا ഇവിടെ വെച്ച് സനദ് സ്വീകരിക്കുകയും അതുപോലെ ഹിഫ്ള് പൂർത്തീകരിക്കുകയും ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും
ജസാഷ് റിയാസ് നൽകുന്ന ഒരു ക്യാഷ് അവാർഡ് ഉണ്ട്. അപ്പൊ ഇത് നൽകാൻ വേണ്ടി റിയാസിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടി ആദ്യം അദ്ദേഹത്തിന്റെ മകൻ സമാൻ അലി, അതേപോലെ സെയ്ദ് ബിൻ സക്കരിയ, അബ്ഷർ, ഷഹസാദ്, സഹൽ ബിൻ ബഷീർ, സെയ്ദ് ബിൻ ഹസൂൻ ബിൻ ഹക്കീം, അബൂബക്കർ ബിൻ സലീം, എല്ലാ വിദ്യാർത്ഥികളെയും ആദരപൂർവ്വം സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. من مهبط القرآن من مكة الغراء كان ابتداء النور مذ أنزلت اقرأ من مهبط القرآن من നമ്മുടെ സ്ഥാപനത്തിന് ഒരു അഭിമാന നേട്ടമായിക്കൊണ്ട് ഇന്നിവിടെ സന്നദ്ധ സ്വീകരിക്കുകയും ഹിഫ്ള് പൂർത്തീകരിക്കുകയും ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും റിയാസ് ജസാഷ് നൽകുന്ന ക്യാഷ് അവാർഡാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഴുവൻ വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. منها هنا انهمرت آمالنا مطرا فأنبتت حلما وسنابلا خضرا نسمو مع القرآن ونعيشه العمرا ونسابق الأزمان ونواكب العصر نسمو مع القرآن ونعيشه العمرا. തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റിന്റെ ഭാഗമായി നടന്നൊരു പ്ലംബിംഗ് കോഴ്സും അതിന്റെ പ്രോജക്റ്റും ഒക്കെ അവതരിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു പ്രോജക്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ മറ്റൊരു പ്രോജക്റ്റായ ക്ലോക്ക് നിർമ്മാണം, ഏകദേശം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് 25ഓളം ക്ലോക്കുകളാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് പിറകുവശത്ത് കാണാം വിദ്യാർത്ഥികൾ ഓരോന്നായി ഉണ്ടാക്കിയ ക്ലോക്കുകൾ. ഈ ഒരു ക്ലോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലോക്ക് നിർമ്മാണം ചെയ്യുന്ന ആൾക്കാർ പോലും ഇതിന്റെ മേന്മയും ഇതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും വളരെയധികം പുകഴ്ത്തുകയുണ്ടായ ഒരു സംഭവമാണ്. അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് അവർ ഈ ക്ലോക്ക് നിർമ്മാണം നടത്തി. അതൊരു മത്സരമായാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിന്റെ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ്. ഒന്നാം സമ്മാനം 3 പേർക്കാണ്. ഇത് വളരെ വാശിയേറെ മത്സരമായിരുന്നു. ഒന്നിനൊന്നോട് മെച്ചമുള്ള ക്ലോക്കാണ് എല്ലാം. ഒന്നാം സമ്മാനം 3 വിദ്യാർത്ഥികളാണ് നേടിയിട്ടുള്ളത്. മുബഷിർ, മുഹമ്മദ് റുഹൈം, അഹമ്മദ് റമീസ് 3 പേരെയും സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകാൻ വേണ്ടി ഇത് അവർക്ക് വേണ്ടി പഠിപ്പിക്കുകയും എല്ലാ പ്രചോദനവും നൽകിയ റഫീഖ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒന്നാം സമ്മാനം മുബഷിർ, 3 പേർ ഒന്നാം സമ്മാനം പങ്കിടുവാണ്. മുബഷിർ, മുഹമ്മദ് റുഹൈം, അഹമ്മദ് റമീസ്. അവർക്കാണ് സമ്മാനം നൽകുന്നത്. അവർക്ക് ക്ലോക്ക് നിർമ്മാണത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു നൽകിയ അവിടെ കൂടെ നിന്ന റഫീഖ് മൗലവിയാണ്. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് റബാഹ് ലബീബ് ഫർഷാദ്. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നതും 3 പേരാണ്. റബാഹ് ലബീബ് ഫർഷാദ് 3 പേരെയും ക്ഷണിക്കുകയാണ്. സമ്മാനം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്. أكرم بهم خلفا أنعم بهم أمرا أمناء بيت الله. ഈ ഒരു മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് 3 പേരാണ്. ഇസാൻ, റഹീം, അബ്ഷർ 3 പേരെയും സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഇസാൻ, റഹീം, അബ്ഷർ. الله يجزيهم بعطائهم أجرا. ഈ ഒരു മത്സരം പൂർത്തിയാക്കിയ സമയത്ത് ജഡ്ജസ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ
ഒരു ജഡ്ജസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ ഒരു മത്സരമാണ് ആർക്കാണ് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം നൽകുക എന്നുള്ളത്. അങ്ങനെയാണ് അവസാനം 3 പേർക്ക് വീതം 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത്രക്കും ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. വളരെ മികച്ച രീതിയിലാണ് ദാറുൽ ഹിക്മയിലെ വിദ്യാർത്ഥികൾ അവരുടെ ക്ലോക്ക് നിർമ്മാണ മത്സരവും ആ ഒരു പ്രോജക്റ്റും പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രദർശനം നിങ്ങൾക്ക് പിറകുവശത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരെ അനുമോദിച്ച് സംസാരിക്കാൻ വേണ്ടി റഫീഖ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وصلى الله على نبينا محمد وآله وصحبه أجمعين أما بعد. ബഹുമാന്യരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ ഇന്നിവിടെ സാക്ഷിയായിട്ടുള്ളത്. ഈ ഒരു സമയത്ത് കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ മതപഠനത്തോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിൽ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ ജോലിയും കൈത്തൊഴിലുമൊക്കെ പ്രാപ്തരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥാപനം ഈ അടുത്ത് തുടക്കം കുറിച്ചൊരു സംവിധാനമാണ് ഈ ഒരു ലാബ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൻ്റെ ലാബ്. അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ്റെ സമയത്ത് ഇവിടെ വന്നിരുന്നു. മാഷാ അല്ലാഹ്, അത് ഈ സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളും അത് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചില ക്ലോക്കുകളുടെ വർക്കുകൾ കണ്ടാൽ മനസ്സിലാവും. അതിൽ ഫിറ്റ് ചെയ്യേണ്ട എഞ്ചിൻ അല്ലാത്ത ഭാഗങ്ങളൊക്കെയും അവർ അവരുടെ കരവിരുതിൽ കല കലർത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അവരതിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ അതിന്റെ ജഡ്ജ്മെന്റിന് വന്നപ്പോ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായി. ആർക്ക് ഫസ്റ്റ് കൊടുക്കണം, ആർക്ക് സെക്കൻഡും തേർഡൊക്കെ കൊടുക്കണം, അങ്ങനെ കുറെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ചെയർമാൻ അത്തീഖ് റഹ്മാൻ ഫൈസി അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: ഒന്നിലധികം ഫസ്റ്റും ഒന്നിലധികം സെക്കൻഡും തേർഡൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് 3 കുട്ടികൾ വീതം ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ പങ്കിടുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ ഇത് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ മതപഠനം പൂർത്തിയാക്കി ഖുർആൻ ഹാഫിളായി പുറത്തിറങ്ങുന്ന കുട്ടികൾ കേവലം മതത്തിൽ ഒതുങ്ങി, അഥവാ മതം എന്നത് ജീവിതമാർഗം മാത്രമാക്കി കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ സമൂഹത്തിൽ കാണുന്നത് പോലെ മതം എന്നത് മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് പോയി മതത്തെ ദുർവ്യാഖ്യാനിക്കാനും മതത്തെ ജീവിതമാർഗമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് ഒരു തിരുത്ത് ഈ സ്ഥാപനം ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളെ ഇത് പാരത്രിക വിജയത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആനിന്റെ പഠനവും അതിന്റെ മനനവും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവർ ഈ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഈ ഭൗതികമായി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൊഴിലുകളും പ്രൊഫഷനുകളൊക്കെ ആർജിച്ചെടുത്ത് പുറത്തിറങ്ങുക എന്നൊരു വലിയ മഹത്തായ ഉദാത്തമായ ഒരു ലക്ഷ്യമാണ് ഈ സ്ഥാപനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാടിനെയും അതിനെ കുട്ടികളെ പ്രാപ്തരാക്കുന്ന അതിന്റെ നായകന്മാരെയൊക്കെ ഞാൻ പ്രശംസിക്കുകയാണ്. ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഇൻഷാ അല്ലാഹ് അവർ ഈ മത പഠനത്തെയും അവർ ഈ സ്ഥാപനത്തിൽ നിന്ന് നേടിയെടുത്ത അറിവിനെയും കേവലം ഭൗതികമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് എടുത്തു വിലക്കിയിട്ടുള്ള ലാ തഷ്തറൂ ബിആയാത്തില്ലാഹി തമനൻ ഖലീല, തുച്ഛമായ ലാഭത്തിന് വേണ്ടി വിൽപ്പന ചരക്കാക്കി മാറ്റാതെ ഇത് വലിയ നാളെ പാരത്രിക ലോകത്ത് ഉന്നതങ്ങളുടെ പടവുകളിലേക്ക് കയറി ചെല്ലാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുവചനത്തിൽ പരാമർശിച്ചതുപോലെ ഇഖ്റ വർഖ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ ഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറൂഹ, നീ പാരായണം ചെയ്യൂ, നീ ഓതിക്കോളൂ, നീ കയറിക്കോളൂ,
എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, അത് ഹിഫ്ദ് സ്ഥാപനത്തിൽ വന്ന് തജ്വീദിന്റെ നിയമങ്ങൾ പഠിച്ച് അത് പരിപൂർണമായും അത് ഫോളോ ചെയ്ത് അത് പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ആ സ്ഥാപനത്തിൽ പാരായണം ചെയ്തില്ലേ, അതേ രൂപത്തിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് റബ്ബവരോട് പറയും, പാരായണം ചെയ്തുകൊണ്ട് കയറിക്കോളൂ. നീ പാരായണം ചെയ്ത് അവസാനിക്കുന്ന അവസാനത്തെ വചനം അതാണ് നിന്റെ സ്വർഗത്തിന്റെ സ്ഥാനം നിർണയിക്കുന്നത്. നേരത്തെ ഇവിടെ 30-ാമത്തെ 26-ാമത്തെ 25-ാമത്തെ ജുസിന്റെ അവസാനത്തെ ഹരപേജ് അതിങ്ങനെ പാരായണം ചെയ്തല്ലോ. അങ്ങനെ അവരെ അവസാനിപ്പിച്ചതുപോലെ സ്വർഗത്തിന്റെ പടവുകളിലേക്ക് ഫാത്തിഹയിൽ നിന്ന് തുടങ്ങി സൂറത്തുൻ നാസിൽ അവസാനിപ്പിച്ച് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കയറി ചെല്ലാനുള്ള അവസരമാണ് ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് അവസരമൊരുക്കി തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഈ സനദ് സ്വീകരിച്ച കുട്ടികളെയും പരിശുദ്ധ ഖുർആനിന്റെ മനനം പൂർത്തിയാക്കിയ കുട്ടികളെയും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും ഒക്കെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറി ചെല്ലാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അടുത്തതായി നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകുകയും നീന്തൽ പഠിപ്പിക്കുകയും ചെയ്ത 3000-ഓളം കുട്ടികളെ നീന്തൽ പഠിപ്പിച്ച മുഹമ്മദ് കുഞ്ഞി മൊഗ്രാലിനുള്ള ഒരു ഉപഹാരമാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഉപഹാരം നൽകാൻ വേണ്ടി മഹ്മൂദ് എരിയാലിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പഠിപ്പിക്കുകയും അതേപോലെ കാസർഗോഡ് ജില്ലയിലെ 3000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് നീന്തൽ പഠിപ്പിച്ച മുഹമ്മദ് കുഞ്ഞി മൊഗ്രാലിനുള്ള ഉപഹാര സമർപ്പണമാണ്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്ലംബിംഗ് പഠിപ്പിക്കുകയും പ്ലംബിംഗ് ടീച്ചറായി ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് ഓൾറൗണ്ടറായി എന്തൊരു കാര്യത്തിനും നമ്മുടെ മുമ്പിലുള്ള ഇസ്മയിലിനുള്ള ഒരു ആദരവാണ്. അടുത്തതായി ഇസ്മയിലിന് വേണ്ടിയുള്ള സ്നേഹാദരവ് നൽകാൻ വേണ്ടി മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലംബിംഗ് കോഴ്സ് നൽകിയ ഇസ്മായിൽ സാഹിബിനുള്ള ആദരവാണ്. അടുത്തതായി മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മദീന ഹറമിൽ 2 മുറാജ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്ത സഹൽ ബിൻ ബഷീറിനുള്ള ഉപഹാരമാണ്. ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി സഹലിനെയും ഉപഹാരം നൽകാൻ വേണ്ടി അത്തീഖുർ റഹ്മാൻ ഫൈസിയെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. من مهبط القرآن من مكة الغراء كان ابتداء النور مذ أنزلت اقرأ. നമ്മുടെ അറിവും വിദ്യാഭ്യാസവും പോലെ തന്നെ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്വഭാവം. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനം കൂടി ഇവിടെ വെച്ച് നൽകുകയാണ്. ഈ സമ്മാനത്തിന് അർഹനായിട്ടുള്ളത് നമ്മുടെ സ്ഥാപനത്തിലെ ജാസിലാണ്. സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ജാസിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകാൻ വേണ്ടി അലിയാർ കാസിം ഉസ്താദിനെയും ആദരപൂർവ്വം സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ما شاء الله بارك الله فيكم. അടുത്തതായി നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദൗറ പൂർത്തിയാക്കിയ ഏകദേശം 30-ലധികം തവണ ദൗറ പൂർത്തീകരിച്ച വിദ്യാർത്ഥിക്കുള്ള ഒരു ആദരവാണ്. അവനുള്ള ആദരവ് നൽകാൻ വേണ്ടി ഇർഫാൻ വിറ്റ്ലയും സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി
ഹാഫിൽ അബൂബക്കർ ബിൻ സലീമിനെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ദൗറ പൂർത്തിയാക്കിയ വിദ്യാർത്ഥിക്കുള്ള സമ്മാനമാണ് നൽകാൻ വേണ്ടി ഇർഫാൻ ബിറ്റ്ലെയും സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഹാഫിൽ അബൂബക്കർ ബിൻ സലീമിനെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലെ ഈ ഒരു അധ്യയന വർഷത്തിലെ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ള, അതായത് ഒറ്റ ദിവസം പോലും അവധിയെടുക്കാത്ത മുഴുവൻ ദിവസവും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിക്കുള്ള സ്നേഹ സമ്മാനമാണ്. സമ്മാനം ഏറ്റുവാങ്ങാൻ അർഹനായിട്ടുള്ള വിദ്യാർത്ഥി ഹാസിം. സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഹാസിമിനെയും അത് നൽകാൻ വേണ്ടി സമ്മാനം നൽകാൻ വേണ്ടി ലത്തീഫ് സാഹിബിനെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ونسابق الأزمان ونواكب العصر نسمو مع القرآن. നമ്മുടെ ഈ ഒരു അധ്യയന വർഷത്തിൽ ഒറ്റ ദിവസം പോലും ലീവ് എടുക്കാതെ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസിനുള്ള സമ്മാനം അർഹനായിട്ടുള്ളത് ഹാസിം. അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നന്നാക്കേണ്ടതാണ് നമ്മുടെ ജീവിതശൈലി. അതായത് ഏറ്റവും നേരത്തെ ഉറങ്ങുകയും ഏറ്റവും നേരത്തെ ഉണരുകയും ചെയ്ത് ജീവിതശൈലി കൊണ്ട് വളരെയധികം മാതൃകയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുണ്ട്. അതിനുവേണ്ടിയുള്ള സമ്മാനമാണ് ഇവിടെ നൽകുന്നത്. സമ്മാനം നൽകാൻ വേണ്ടി ബഷീർ പട്ലയെയും സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഫഹീം ബദ്രുദ്ദീനെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. أكرم بهم خلفا أنعم بهم أمراء أمناء بيت الله بكتابه سفراء أكرم بهم خلفا أنعم بهم. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ ഹിഫ്ള് പൂർത്തീകരിച്ച വിദ്യാർത്ഥിക്കുള്ള സമ്മാനമാണ്. സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി അബ്ഷറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകാൻ വേണ്ടി ഷാഫി ന്യൂ ഇന്ത്യ ബാഗ്സിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ ഹിഫ്ള് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സമ്മാനമാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നത് അബ്ഷർ. സമ്മാനം നൽകാൻ വേണ്ടി ഷാഫി സാഹിബ് ന്യൂ ഇന്ത്യ ബാഗ്സിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ونسابق الأزمان ونواكب العصر بغار حراء يثير بالبشرى أنار أفئدة وأيقظ الفجر. ഇന്ന് സനത് സ്വീകരിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി അസീസ് ഫൗണ്ടേഷൻ നൽകുന്ന ഗോൾഡ് കോയിൻ, അസീസ് ഫൗണ്ടേഷൻ നൽകുന്ന ഗോൾഡ് മെഡൽ സമർപ്പണമാണ് അടുത്തതായി. അത് നൽകാൻ വേണ്ടി റഹീം നുള്ളിപ്പാടിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇന്നിവിടെ നിന്ന് സനത് സ്വീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹൽ ബിൻ ബഷീർ, സെയ്ദ് ബിൻ സക്കരിയ, ഹസൂൻ ബിൻ ഹക്കീം, അബൂബക്കർ ബിൻ സലീം അവർക്ക് വേണ്ടിയുള്ള ഗോൾഡ് മെഡൽ നൽകാൻ വേണ്ടി റഹീം നുള്ളിപ്പാടിയെ സനത് സ്വീകരിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അസീസ് ഫൗണ്ടേഷൻ നൽകുന്ന ഗോൾഡ് മെഡൽ സമർപ്പണമാണ് നൽകുന്നത് റഹീം നുള്ളിപ്പാടി. ونسابق الأزمان ونواكب العصر نسمو مع القرآن ونعيشه
العمر ونسابق الأزمان ونواكب العصر بغار حراء يثير بالبشرى أنار أفئدة وأيقظ الفجر أمناء بيت ജമീഅൻ. അടുത്തതായി നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഉസ്താദ് അലിയാർ കാസിമിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മളവിടെ കാണുന്ന സ്ക്രീനിൽ ലോഞ്ച് ബട്ടൺ അമർത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. വെബ്സൈറ്റ് ലോഞ്ചിങ് നിർവഹിക്കുന്നത് ഉസ്താദ് അലിയാർ കാസിമി. وأيقظ الفجر نور بغار حراء يفيض നമ്മുടെ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഇനിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. كان ابتداء النور مذ أنزلت اقرأ من مهبط القرآن من مكة വെബ്സൈറ്റ് ലോഞ്ചിങ് നിർവഹിക്കുന്നത് ഉസ്താദ് അലിയാർ കാസിമി. ابتداء النور مذ أنزلت اقرأ ജസാക്കുമുല്ലാഹു ഖൈറൻ. അടുത്തതായി സനദ് നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉപഹാരം സമർപ്പിക്കാൻ വേണ്ടി എന്നെ അൻവർ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സനദ് സ്വീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഉപഹാരം നൽകാൻ വേണ്ടി മൗലവിയുടെ എന്നെ അൻവർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹൽ ബിൻ ബഷീർ, സെയ്ദ് ബിൻ സക്കരിയ, ഹസൂൻ ബിൻ ഹക്കീം, അബൂബക്കർ ബിൻ സലീം. وأيقظ الفجر نور بغار حراء يفيض بالبشرى أنار أفئدة وأيقظ الفجر من مهبط القرآن من مكة الغراء كان ابتداء النور. جزاك الله خيرا. بارك الله فيكم جميعا.